ബോധമില്ലാത്ത ബിബിയെ ബൈക്കിലേക്ക് ചാരിയിരുത്തി അവർ നിവർന്നു നിന്നു. അപ്പോഴേക്കും ഗുണ്ടകൾ അവർക്ക് മുന്നിലേക്ക് വന്നിരുന്നു. എന്താടാ മൊട്ടെ, അന്ന് കിട്ടിയൊന്നും പോരാഞ്ഞിട്ടാണോ വീണ്ടും ഈ വരവ്? അജയ് പുച്ഛത്തോടെ ചോദിച്ചു. കൊട്ടേഷൻ കിട്ടിയാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ മക്കളെ, എന്തു ചെയ്യാനാ? അവരുടെ തലവൻ മൊട്ട ഒരു ചിരിയോടെ മുന്നിലേക്ക് നിന്നു. അയാളുടെ കയ്യിൽ കത്തിയാണെന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഹരി കണ്ടു. ഞങ്ങൾക്ക് വേണ്ടത് ദേ ഇവനെയാണ്. ബാക്കി രണ്ടാളും സഹകരിച്ച് തന്നാൽ ഞങ്ങളുടെ പണിയെല്ലാം തീർത്ത് വേഗം അങ്ങ് പോയേക്കാം. മുന്നിൽ നിൽക്കുന്ന ഹരിയെ നോക്കി അയാൾ പറയെ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. കൊട്ടേഷൻ വന്ന വഴി ഒട്ടും ചിന്തിക്കാതെ ഹരിക്ക് പിടികിട്ടി. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. അജയ്, മുസ്തു, നിങ്ങളിതിൽ ഇടപെടണ്ട, ഇതെനിക്കുള്ള പറയാം. അതുകൊണ്ട് രണ്ടും ഈ സാധനത്തിനെ എടുത്ത് മാറുന്നില്ല. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. തലചരിച്ച് പുറകിലുള്ളവരെ നോക്കി പറയുന്നതിനൊപ്പം മുണ്ടും മടക്കി ഉടുത്തു ഹരി. പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തെ ഭാവം മാറിയിരുന്നു. കണ്ണുകൾ ചുവന്ന് കൈകളിൽ ഞരമ്പ് തെളിഞ്ഞു. അത് കാണെ അജയും മുസ്തുവും ബിബിയെ എടുത്ത് സ്റ്റെപ്പിലേക്ക് കടത്തി. കൂടെ അവരുടെ 2 ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് സ്റ്റെപ്പിൽ കളി കാണുന്നത് പോലെ ഇരുന്നു. അപ്പോൾ എങ്ങനെയാ മൊട്ടെ, തുടങ്ങുമല്ലേ? വല്ലാത്ത മുറുക്കത്തോടെ ഹരി ചോദിക്കെ മൊട്ടയുടെ മുഖം ചുവന്നു കയറി. തല്ലിക്കൊല്ലടാ ഈ നായിൻ്റെ മോനെ, അയാൾ അലറി. ഒരു പൊണ്ണത്തടിയൻ ഹരിക്ക് മുന്നിലേക്ക് ഓടി കയ്യിലുള്ള ദണ്ട് അവൻ്റെ മേലേക്ക് ഓങ്ങിയതും വലം കൈ കൊണ്ട് അതിനെ തടഞ്ഞ് ഇടം കൈ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ചിരുന്നു ഹരി. അവനൊരു അലറലോടെ പുറകോട്ട് മലർന്നു വീണു. ഓരോരുത്തരും ഓടി വരുന്നതിനനുസരിച്ച് അവരെ ഇടിച്ചിട്ടു ഹരി. ഇടയിൽ പുറകിലൊരുത്തൻ ചവിട്ടി വീഴ്ത്തിയതും അവൻ നിലത്തേക്ക് മലർന്നു വീണിരുന്നു. അവൻ്റെ പുറത്തേക്ക് ചവിട്ടാനാഞ്ഞവനെ ഒറ്റ തിരിയലിന് മലർന്നു കിടന്നുകൊണ്ട് ഹരി അവൻ്റെ ഉള്ളം കാലിൽ പിടിച്ചു. ഒന്ന് ആടിയുലഞ്ഞവനെ ഒറ്റ വലിക്ക് താഴെയിട്ടുകൊണ്ട് ഹരി എഴുന്നേറ്റ് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. വീണ്ടും അടി കേമമായി തുടർന്നു. ശബ്ദം കേട്ട് ആരൊക്കെയോ ഓടി വന്നു കൂടി. അവിടെ മാകെ വെളിച്ചം നിറഞ്ഞു. അതിനിടയിൽ എണ്ണീറ്റ് വരാൻ അജയെ ഒറ്റ നോട്ടത്തിൽ ഹരി തടഞ്ഞു. തൻ്റെ കൈ പിടിച്ച് തിരിച്ചവൻ്റെ ഷർട്ടിൽ പിടിച്ച് പിന്നിൽ നിന്ന് അവനെ മുന്നിലേക്ക് നിർത്തി മുഖത്തിനിട്ട് പഞ്ച് ചെയ്തവൻ എത്ര കൊഴുത്തിട്ടും മതിയാവാത്തതുപോലെ വീണ്ടും പ്രഹരിച്ചു. അവനിൽ നിന്നും ചോരയൊഴുകി. ഹരി! പെട്ടെന്ന് അവിടെ മാകെ കുലുക്കിക്കൊണ്ട് മുസ്തുവിൻ്റെ ശബ്ദമുയർന്നു. തലചരിച്ച് ഹരി പുറകിലേക്ക് നോക്കുമ്പോൾ കത്തിയും ഓങ്ങി തൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന മൊട്ടയെ കാണെ അവനൊന്ന് സൈഡിലേക്ക് മാറി. എന്നാൽ ആ നീക്കം പ്രതീക്ഷിച്ചതുപോലെ അവനെ നീങ്ങാൻ തക്ക സമയം നൽകാതെ പള്ളക്കിട്ട് കത്തി കയറ്റിയിരുന്നു മൊട്ട. ഒരു നിമിഷം ഓടി വന്ന അജയും മുസ്തുവും പകച്ചു നിന്നുപോയി. ചുറ്റുമുള്ളവരും കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ നിന്നുപോയി. ചുറ്റും നിശബ്ദത നിറയുമ്പോൾ അവൻ്റെ ഞരക്കം മാത്രം അവിടെ ഉയർന്നു. 10:30 മണി കഴിഞ്ഞിട്ടും ഹരിയെ കാണാതെ ഹാളിൽ സോഫയിലിരിക്കുകയാണ് ഗൗരി. കഴിവതും വേഗം വരാമെന്ന് പറഞ്ഞു പോയവനാണ്. കുപ്പി കണ്ടതും തന്നെ മറന്നു കാണും. വരട്ടെ ഇങ്ങ്. കുഞ്ഞി, പൊന്നെ, തേനെ, പാലേ എന്ന് വിളിച്ച് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. പിറുപിറുത്ത് ഇരുന്നവൾ ഇടയ്ക്ക് എപ്പോഴോ സോഫയിൽ ചാരി കണ്ണുകളടച്ചവൾ ദുസ്വപ്നം കണ്ടാണ് ഞെട്ടി ഉണർന്നത്. സമയം നോക്കുമ്പോൾ 12. ഇത്ര വൈകിട്ടും അവൻ വന്നില്ല എന്നോർക്കെ അവളുടെ നെഞ്ചിൽ അകാരണമായൊരു ഭയം ഇരച്ചു കയറി. ഓഫായി കാണുമെന്ന് മനസ്സ് ആശ്വാസവാക്ക് നൽകിയെങ്കിലും അതിലും മുകളിലായിരുന്നു അവളുടെ ഭയം. അമ്മയെ വിളിക്കാമെന്നോർത്തവൾ എഴുന്നേറ്റതും ഹാളിലെ ഫോൺ കാണെ അവിടേക്ക് നടന്നു. ചിലപ്പോൾ ഉറങ്ങിക്കാണും, അതാവും വരാത്തത്. നെറ്റിയിലെ വീർപ്പിനെ തുടച്ച് നെഞ്ചിടിപ്പ് വരുതിയിലാക്കി ഹരിയുടെ നമ്പറിലേക്ക് വിളിച്ചു. വൈകുന്നേരം ഹരി വിളിച്ചിരുന്നു, വേദന കുറവുണ്ടോ എന്ന് തിരക്കാൻ വേണ്ടി. കുറേ നേരം ഓരോ വഷളത്തരമൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് തന്നെ. ആ ഓർമ്മയിൽ ചിരിയോടെ ബെല്ലടിക്കുന്നത് കാതോർത്തവൾ നിന്നു. പെട്ടെന്ന് അപ്പുറത്ത് കോൾ എടുത്തതും ഗൗരിയുടെ മുഖം വിടർന്നു. ഹലോ ഹരിയേട്ടാ, ഇത് എവിടെയാ? കുടിച്ച് ബോധം പോയി കിടപ്പാണോ? ഹലോ. പെണ്ണിൻ്റെ പരിഭവം പുറത്തേക്ക് വന്നതും അപ്പുറത്ത് നിശബ്ദതയാണ്. ഒന്നുകൂടി ഫോൺ ചെവിയിലേക്ക് ചേർത്തവൾ. ഹലോ, യെസ്, ഇത് ടൗൺ ഹോസ്പിറ്റലാണ്. ഈ ഫോൺ ആരുടേതാണെന്നറിയില്ല. കുറച്ചു മുമ്പ് ഒരു കത്തിക്കുത്ത് കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ വന്ന് നാട്ടുകാർ ഏൽപ്പിച്ചതാണ് ഈ ഫോൺ. ഐ തിങ്ക് ആ കുത്തേറ്റ ആളുടെയാണ് ഈ ഫോണെന്നാണ്. താങ്കൾക്ക് വേഗം ഒന്നിവിടെ വരാൻ പറ്റുമോ? അപ്പുറത്തു നിന്ന് ഒരു സ്ത്രീ ശബ്ദം. വിശ്വസിക്കാൻ കഴിയാതെ മരവിച്ച് നിന്നുപോയി ഗൗരി. ഹരിയേട്ടൻ! അവളുടെ ചുണ്ട് മെല്ലെ മന്ത്രിച്ചു. അപ്പുറത്ത് ഫോൺ കട്ടായതൊന്നും അവൾ അറിഞ്ഞില്ല. ഹരിയേട്ടൻ എന്താ? മെല്ലെ മന്ത്രിക്കുമ്പോൾ കൈകളിൽ നിന്ന് ഫോൺ ഊർന്നു പോയിരുന്നു. അതേ നിൽപ്പോടെ ചുവരിലേക്ക് അമർന്നു നിന്നുപോയി. നെഞ്ചിപ്പോ പൊട്ടുന്നത് പോലെ മിടിക്കുന്നു. ഹരിയേട്ടാ!
നെഞ്ചു പൊട്ടി അലറുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. മുഖം പൊത്തി അവൻ്റെ പേരും വിളിച്ച് അലറിക്കരഞ്ഞു. ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഓടി വന്ന സുജാത പൊട്ടിക്കരയുന്നവളെ കാണി ആകെ ഭയന്നുപോയി. മോളെ, അമ്മേ, എൻ്റെ ഹരിയേട്ടൻ, എൻ്റെ ഹരിയേട്ടൻ. കാർ നിർത്താൻ കാത്തു നിൽക്കാതെ ഡോർ തുറന്ന് ഇറങ്ങി ഓടിയിരുന്നു ഗൗരി. അവളുടെ മുഖമാകെ കരഞ്ഞു വീങ്ങിക്കിടപ്പുണ്ട്. ചുണ്ടുകൾ ഇപ്പോഴും വിതുമ്പിക്കൊണ്ടിരിക്കുന്നു. അവളുടെ പിന്നാലെ തന്നെ സുജാതയും ഹീതുവും കൂടെ അജയുടെ അച്ഛനും ഇറങ്ങി. ആരുമില്ലാത്ത ഒരു വിജനമായ കോറിഡോറിലൂടെ നടക്കെ ഐസിയുവിൻ്റെ മുന്നിലിരിക്കുന്ന അജയെ കാണെ ആരോ പിടിച്ചു വെച്ചതുപോലെ ഗൗരി നിന്നു. കണ്ണുകൾ ഐസിയുവിൻ്റെ വാതിലിലേക്ക് നീണ്ടു. അതിനുള്ളിലാണോ ഹരിയേട്ടൻ? മുഖം അമർത്തി തുടച്ച് മുന്നിലേക്ക് കാല് വെച്ചതും അജയ് ഇരുന്നതിൻ്റെ സൈഡിലായുള്ള ഡോറ് തുറന്നു വരുന്നവനെ കാണെ അവളുടെ കണ്ണുകളിൽ പകപ്പ് നിറഞ്ഞു. മുന്നിൽ കാണുന്നത് വിശ്വസിക്കാനാവാതെ പ്രതിമ കണക്കെ നിൽക്കുമ്പോൾ ഹരിയും അവളെ കണ്ടു കഴിഞ്ഞിരുന്നു. അവൻ്റെ മുഖത്തും ഞെട്ടൽ പ്രകടമായി. പുറകിൽ വരുന്ന അമ്മയെയും ഹീതുവിനെയും കാണെ കയ്യിലുള്ള പേപ്പർ കൂടെയുള്ള മുസ്തുവിൻ്റെ കയ്യിൽ കൊടുത്ത് അവരുടെ അടുത്തേക്ക് നടക്കാനാഞ്ഞതും മുഖം പൊത്തി നിലത്തേക്കിരുന്നിരുന്നു ഗൗരി. കുഞ്ഞി, ഒറ്റ കുതിപ്പിന് അവളുടെ അടുത്തേക്കിരുന്നവൻ ഗൗരിയെ നെഞ്ചിലേക്ക് ചേർത്തതും ഗൗരി അവനെ ഇറുക്കെ പുണർന്നു. വാവിട്ട് കരയുന്നുണ്ട് പെണ്ണ്. ഹരി അവളെ ശക്തിയിൽ പുണർന്നുകൊണ്ട് നെഞ്ചിലേക്ക് അമർത്തി. ഗൗരി, എന്തു പറ്റി? എന്തിനു കരയുന്നത് മോളെ? അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. അവളെ ആ അവസ്ഥയിൽ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനിടയിൽ എന്തൊക്കെയോ നടന്നെന്ന് അവന് മനസ്സിലായി. അവൻ പറയുന്നത് കേൾക്കാത്ത പോലെ വീണ്ടും വീണ്ടും ആ നെഞ്ചിലേക്ക് പറ്റി അവനിലേക്ക് ഒതുങ്ങിയിരുന്നു അവൾ. എത്ര ശക്തിയിൽ പുണർന്നിട്ടും മതിയാവുന്നില്ല. ഇത്ര നേരം അനുഭവിച്ച വേദന, സങ്കടം, ടെൻഷൻ എല്ലാം കൂടി മരിച്ചു പോകുമോ എന്ന് ഭയന്നിരുന്നു. അത്രയ്ക്കും ഈ മനുഷ്യന് വേദനിച്ചാൽ തനിക്ക് സഹിക്കാനാവില്ലല്ലോ. തൻ്റെ പ്രാണനല്ലേ, എല്ലാമല്ലേ. ഇടയിൽ നെഞ്ചിലേക്ക് ചുണ്ടമർത്തി മുത്തം തരുന്നവളെ കാണെ ഹരി കണ്ണുകൾ ഉയർത്തി എല്ലാവരെയും നോക്കിപ്പോയി. അജയും മുസ്തുവും കണ്ണുമിഴിച്ച് നോക്കി നിൽപ്പുണ്ട്. സുജാതയുടെ മുഖത്ത് ആശ്വാസമാണ്. മെല്ലെ ഇടുപ്പിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് സൈഡിലുള്ള ചെയറിൽ അവളെ ഇരുത്തി. കൂടെ തന്നെ അവനും ഇരുന്നു. എന്നിട്ടും പെണ്ണകലുന്നില്ല. അട്ട പിടിച്ചതുപോലെ പിടിച്ചിരിപ്പാണ്. കുഞ്ഞി, കരയാതെ കാര്യം പറ. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? പറ. മെല്ലെ അവളുടെ മുഖമുയർത്താൻ നോക്കിയതും വീണ്ടും നെഞ്ചിലേക്ക് പൂഴ്ത്തിവെച്ച് ഏങ്ങലടിച്ചു കരഞ്ഞു ഗൗരി. അവളുടെ ശരീരം വിറയ്ക്കുന്നത് അവനറിഞ്ഞു. നെഞ്ചിടിപ്പ് അവൻ്റെ നെഞ്ച് തൊട്ടറിഞ്ഞു. മെല്ലെ അവളുടെ തോളിലും പുറത്തും തട്ടി തഴുകിക്കൊണ്ട് ഹരി അച്ഛനോട് സംസാരിക്കുന്ന അജയെ നോക്കി. കാര്യമായി അജയ് എന്തൊക്കെയോ പറയുന്നുണ്ട്. കുഞ്ഞി, അവളുടെ കരച്ചിൽ ഒന്നടങ്ങിയതും ആ നുറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ വിളിച്ചു. ഹരിയേട്ടാ, പേടിച്ചു പോയി. ഞാൻ മരിച്ചു പോകും തോന്നി. എനിക്ക് പറ്റില്ല. ഹരിയേട്ടനില്ലാതെ എന്നെ വിട്ടെങ്ങും പോകല്ലേ. എനിക്ക് പറ്റില്ല. വീണ്ടും അവളുടെ കരച്ചിൽ ഉച്ചത്തിലായതും ഹരി കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചവൻ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് നന്നായി പേടിച്ചിട്ടുണ്ട്. അതാണ്. അവളുടെ കണ്ണുനീർ കാണെ അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. മതി കുഞ്ഞി കരഞ്ഞത്. ദേ, നിന്റെ ഹരിയേട്ടൻ എങ്ങും പോയിട്ടില്ല. നിന്റെ കൂടെ തന്നെയുണ്ട്. കരയാതെ നിർത്തു പൊന്നെ. മുടിയൊതുക്കി വെച്ച് അവളുടെ മുഖം തന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് ഹരി പറയെ ചുവന്ന് ചോര ചുവപ്പാർന്ന കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി. സത്യമായിട്ടും എനിക്ക് മരിക്കാൻ തോന്നി ഹരിയേട്ടാ. വിതുമ്പലടക്കി അവൾ പറയെ ഹരി ഒന്ന് ഞെട്ടി. എന്തൊക്കെയാ നീ പറയുന്നത്? ഇല്ല, നിന്റെ ഹരിയേട്ടനൊന്നുമില്ല. കരയാതെ, ഞാനില്ലേ എൻ്റെ പെണ്ണിന്. അവളുടെ മുഖം നെഞ്ചിലേക്ക് അമർത്തി പറയുമ്പോൾ അവൻ്റെ ശബ്ദവും വിറച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. അവളുടെ കരച്ചിലൊന്നടങ്ങി. അപ്പോഴും പിടിവിട്ടിട്ടില്ല. എത്രയും ചേർത്ത് പിടിക്കാൻ പറ്റുമോ അത്രയും അമർത്തി പിടിച്ചിട്ടുണ്ട്. അവനും വിട്ടില്ല. ചുറ്റുമുള്ളവരെ നോക്കാതെ നെഞ്ചിലേക്കൊതുക്കി ഇടയ്ക്കിടയ്ക്ക് ആ നെറ്റിയിലും മുടിയിഴകളിലും കവിളിലും ചുണ്ടു ചേർക്കുന്നുണ്ട്. ഇതിനിടയിൽ സുജാത അജയോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. സമയം 2 കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഡോറൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഹരി അവളെ എഴുന്നേൽപ്പിച്ച് വരാന്തയുടെ അറ്റത്തേക്ക് നടന്നു. അവിടെ തുറന്നു വെച്ചിരിക്കുന്ന ജനലിനരികിൽ അവളെ നിർത്തിയതും പെണ്ണ് വീണ്ടും നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു. അവനെ വട്ടം പിടിച്ചു. ഈ പെണ്ണ്. ചിരി വന്നു പോയവന്. എന്തിനാ പൊന്നെ ഇങ്ങനെ കരഞ്ഞത്? ദേ, മുഖമൊക്കെ ആകെ വണ്ണം വെച്ചല്ലോ. എന്തു പറ്റി? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? പതുക്കെ അവളുടെ കാതിനരികിൽ ഹരി ചോദിക്കെ ഗൗരി മുഖം നെഞ്ചിൽ നിന്നുയർത്തി അവനെയൊന്ന് നോക്കി. അവളെ കാണെ ഹരിയുടെ നെഞ്ച് ആർദ്രമായി. വല്ലാത്തൊരു പ്രണയം നെഞ്ചിൽ തുടികൊട്ടുന്നു.
അവൻ എന്തോ പറയാനാഞ്ഞതും വിരലുകൊണ്ടുയർന്ന് അവൻ്റെ തോളിൽ പിടിച്ച് അവൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു ഗൗരി. ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയവൻ വാരിയെല്ലിലൂടെ ഒരു മിന്നൽ പിണർ പോലെ മൃദുവായി കീഴ്ചുണ്ടിനെ നുണയുന്നവളെ അരയിലൂടെ മുറുക്കി നെഞ്ചിലേക്ക് അമർത്തിയവൻ ഇത്രയും നേരം അനുഭവിച്ച വേദനകൾ ആ ചുംബനത്തിലൂടെ അവനിലേക്ക് പകർന്നു കൊടുത്തവൾ. കൊതി തീരാതെ അവനെ ചുംബിക്കുമ്പോൾ ഹരിയും അവളെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു മത്സരം പോലെ രണ്ടാളിലും ചുംബനം മുറുകി ശ്വാസം ഇടകലർന്നു നെഞ്ചിടിപ്പ് ഒന്നായി ചുറ്റും മറന്നുകൊണ്ട് പ്രണയം കൈമാറുമ്പോൾ ഇരുഹൃദയവും അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. ഹരിയുടെ രക്തം ചൂടുപിടിച്ചു. നെഞ്ചിടിപ്പ് വല്ലാതെ ഉയർന്നു. അതോടൊപ്പം അവൻ്റെ കൈകൾ അവളിൽ ഒഴുകാൻ തുടങ്ങിയതും ഗൗരി തളർന്നു തുടങ്ങിയിരുന്നു. മെല്ലെ ആ നെഞ്ചിൽ തള്ളിക്കൊണ്ട് ഗൗരി ചുണ്ട് മോചിപ്പിച്ചതും ഹരി അവളുടെ താടിത്തുമ്പിൽ അമർത്തിമുത്തി അവിടെയൊന്ന് നുണഞ്ഞു. ഹരിയേട്ട, ചിലമ്പിച്ച അവളുടെ സ്വരം. ഹരിയൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. കൂടെ കഴുത്തിലേക്ക് നാവിഴച്ചു. വേണ്ട ഹരിയേട്ട. കഴുത്തിലലയുന്ന അവൻ്റെ ചുണ്ടിനൊപ്പം കൈകൾ മാറിൽ തഴുകിയതും ശക്തമായി കിതച്ചുകൊണ്ട് ഗൗരി അവൻ്റെ മുടിയിൽ അമർത്തി വലിച്ചു. ഒരു നിമിഷം ഹരി ഞെട്ടി. എവിടെയാണ് എന്ന ബോധം വന്നതും പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നുകൊണ്ട് ചുറ്റും പതർച്ചയോടെ നോക്കിയവൻ. ഭാഗ്യത്തിന് ആരും അവിടെയില്ല. ശ്വാസം വലിച്ചുവിട്ട് നെറ്റിയിലെ വിയർപ്പൊപ്പി മുന്നിൽ നിൽക്കുന്നവളെ നോക്കി ചുവന്നു കയറി തലയും താഴ്ത്തി നിൽപ്പുണ്ട്. കള്ളി, എല്ലാം തുടങ്ങി വെച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? പിടിച്ച് നെഞ്ചിലേക്കിട്ട് ആ ചുണ്ടിൽ അമർത്തിയൊന്നു മുത്തി. പതുങ്ങി ചിരിയാണ് അവളിൽ. അത് കണ്ട് ഹരിക്കും ചിരി വന്നു. ഇനി പറ, എന്തിനാ എൻ്റെ പെണ്ണ് കരഞ്ഞത്? ആരാ വിളിച്ചത്? അവളെ പുണർന്നുകൊണ്ട് ജനലിലേക്ക് തോളിച്ചാരി നിന്നവൻ ഗൗരി കണ്ണുകളുയർത്തി അവനെ നോക്കി. പിന്നെ പറയാൻ തുടങ്ങി. കാത്തിരുന്നതും ഒടുവിൽ വരാതെയായപ്പോൾ വിളിച്ചതും ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ എടുത്തതും അവർ പറഞ്ഞ കാര്യവും കിടന്നലറിക്കരഞ്ഞതും അമ്മ എണ്ണീറ്റ് വന്ന് കാര്യം തിരക്കിയതും എല്ലാം അറിയെ അജയുടെ അച്ഛനെ വിളിച്ചു വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നതും എല്ലാം അവൾ പറയെ വീണ്ടും വിതുമ്പിയിരുന്നു പെണ്ണ്. ഹരി ആദ്യം പോക്കറ്റിൽ ഫോൺ പരതി. അടിക്ക് ഇടയിൽ വീണ് കാണും. കരയാതെ കുഞ്ഞെ, ഇങ്ങനെയൊന്നുമില്ല. ആ കണ്ണുകൾ തുടച്ചു കൊടുത്ത് നെറ്റിയിൽ അമർത്തി മുത്തിയവൻ. കാര്യം തല്ലുണ്ടായത് ശരിയാ. ഞങ്ങൾ ചെറുതായി അടിച്ച് ക്ലബിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവർ വന്നത്. എനിക്കുള്ള പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി മൂന്നിനെയും കൂട്ടിയില്ല, ഒറ്റയ്ക്ക് തന്നെ കൊടുക്കുകയും ചെയ്തു. അതിനിടയില ഒരുത്തൻ കത്തിയും കൊണ്ട് പുറകെ വന്നത്. കൃത്യസമയത്ത് മുസ്തു അലറി വിളിച്ചത് കൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവനെ കണ്ടത്. ജസ്റ്റ് വൈരത്തേക്ക് കുത്തിയില്ല എന്ന് നോക്കുമ്പോഴാണ് അവൻ്റെ തന്നെ കൂട്ടാളി എൻ്റെ മുന്നിൽ വന്ന് എങ്ങനെയോ കയറിയത്. അവന് കുത്തും കൊണ്ടിപ്പോൾ ഇവിടെ കിടപ്പുള്ളത്. ശബ്ദം കേട്ട് ആളുകളൊക്കെ വന്നിരുന്നു. അവരെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതിനിടയിൽ എൻ്റെ ഫോൺ പോയതൊന്നും അറിഞ്ഞില്ല കുഞ്ഞി. അല്ലാതെ എനിക്കൊന്നും പറ്റിയിട്ടില്ല. അവളുടെ കൈകൾ ശക്തിയിൽ അവനിൽ മുറുകുന്നറിയെ ഹരിയ നെറ്റിയിൽ വീണ്ടും അമർത്തി മുത്തി. ആര് ഹരിയേട്ട തല്ലാൻ വന്നത്? ഗൗരി അവനെ നോക്കെ ഹരി ഒന്ന് ചിരിച്ചു. പിന്നെ മീശയൊന്ന് പിരിച്ചു വെച്ച് അവളുടെ മൂക്കിൻ തുമ്പിൽ മുത്തി. അതൊക്കെ നാളെ കാണിച്ചു തരാം. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കമായിരുന്നു. ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയും. അവളെയും ചേർത്ത് പിടിച്ച് തിരിച്ചു വരുമ്പോൾ അജയ് ഒരു നേഴ്സിനോട് സംസാരിച്ചു നിൽപ്പാണ്. എന്താടാ കാര്യം? അവരുടെ അടുക്കൽ വന്നവനോട് ഹരി തിരക്കി. അവന് ബോധം വന്നിട്ടില്ലെന്ന്, കുറച്ച് ക്രിട്ടിക്കലുമാണ്. ആ, അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. കുത്തിയവനും കൊണ്ടവനും എല്ലാം ഒരു ടീമാണ്. ഇനി അവരുടെ കാര്യം നോക്കോളും, നമുക്ക് പോകാം. അജയിൽ അലസഭാവം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ എന്തിനാ ഈ പാതിരാത്രി ഇവിടെ ഇരിക്കുന്നത്? ഒരാവശ്യവുമില്ല. ഇതുവരെ മനുഷ്യത്തിൻ്റെ പേരിൽ നിന്നു കാര്യങ്ങൾ നോക്കി. ഇനി മതി. ഹരിയും അവനെ അനുകൂലിച്ചു. അമ്മയും ഹീതുവിനെയും ഗൗരിയെയും കൂട്ടി ഇറങ്ങാൻ നേരം ഹരി റിസപ്ഷനിലേക്ക് ഒന്ന് കയറി. എക്സ്ക്യൂസ് മീ, എൻ്റെ ഫോൺ. ചെയറിൽ ഉറങ്ങുന്ന പെണ്ണിനോട് കുറച്ചുറക്ക ചോദിക്കെ അവൾ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. ആരാ? എന്താ? അവളിൽ പകപ്പ്. എൻ്റെ ഫോൺ ഇവിടെയുണ്ട്, അത് വേണം. ഹരിയുടെ ശബ്ദത്തിൽ ഒട്ടും മയമില്ല. ഇവൾ ഒരുവളാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ തനിക്കല്ലേ കുത്തു കിട്ടിയത്? ഫോൺ എടുത്ത് കൊടുക്കുന്നതിനിടയിൽ അവൾ ഹരിയെ മിഴിച്ചു നോക്കി. അല്ല, നിന്റെ തന്തയ്ക്ക്. മേലെ അറിയാത്ത കാര്യം ആരോടെങ്കിലും പറയാൻ നിന്നാ? പൊന്നു മോളെ. കടുപ്പത്തിൽ മീശത്തുമ്പ് കടിച്ചു തലയാട്ടിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി ഫോണും വാങ്ങി അവൻ തിരിഞ്ഞു. അവളിൽ ചമ്മലാണ്. ഇളിഞ്ഞ ചിരിയോടെ അവൾ ഗൗരിയെയും അജയെയും നോക്കി. സോറി, ഞാൻ. പെണ്ണിന് നല്ല ചമ്മലുണ്ട്. അജയ് ആട്ടുന്ന പോലെ തിരിഞ്ഞു നടന്നു.
അവരെ കണ്ടതും സെക്യൂരിറ്റി വന്ന് മെയിൻ ഡോർ തുറന്നു. കാര്യങ്ങൾ അയാളും അന്വേഷിച്ചു. എല്ലാം അയാളോട് പറഞ്ഞത് അജയാണ്. അമ്മയും ഗൗരിയും ഹീതുവും അജയുടെ അച്ഛൻ്റെ കാറിലാണ് പോയത്, അവർ ബൈക്കിലും. നാളെ രാവിലെ 10 മണിക്ക് എത്തിയേക്കണം. കവലയിലെത്തിയതും വീട്ടിലേക്ക് തിരിയാൻ നിന്നവനെ നോക്കി ഹരി വിളിച്ചു പറയെ അജയ് തലയാട്ടി സമ്മതിച്ചു. അവൻ വീട്ടിലേക്കെത്തുമ്പോൾ അവരും എത്തിയിരുന്നു. ബൈക്കിൻ്റെ ചാവി കയ്യിലിട്ട് കറക്കി അകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ നിൽപ്പുണ്ട് അമ്മ. ആ മുഖം കണ്ടതേ എന്തോ പന്തികേട് തോന്നി അവന്. വന്നല്ലോ തമ്മാടി, നീ കാരണം ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ലെന്ന് ഉറപ്പായി എനിക്ക്. പെണ്ണ് കിട്ടിയാലെങ്കിലും നന്നാവെന്ന് വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ അവളെയും കരയിപ്പിക്കുന്നവൻ, തരണം കെട്ടവനെ. ഹരി എന്താ എന്ന പോലെ അമ്മയെ നോക്കി. നാണമില്ലേടാ നിനക്ക് ഇങ്ങനെ കുടിച്ചു പോയി തല്ലുണ്ടാക്കാൻ? എങ്ങനെ നിനക്ക് വല്ലതും പറ്റിയിരുന്നേലോ? ആ കുത്ത് നിന്റെ പള്ളക്കായിരുന്നേലോ? ഞങ്ങളെ എന്തായാലും നിനക്ക് ഓർമ്മയില്ല. നീ വിളിച്ചിറക്കിക്കൊണ്ടുവന്നൊരു പെണ്ണില്ലേ ഇവിടെ, അതിനെ ഓർത്തൂടെ നിനക്ക്? അതിന് വേറെ ആരുണ്ട്? ഇപ്പോഴേ പാതി ചെത്തിരിക്കും ആ പാവം. അവൻ്റെ ഒരു കുടിയും തല്ലുപിടിയും. സുജാത ഒന്ന് നിർത്തി കിതച്ചു. അവരുടെ ദേഷ്യം അടങ്ങുന്നതേയില്ലായിരുന്നു. കരഞ്ഞു തകർന്ന ഗൗരിയെ ഓർക്കെ എവിടെ നിന്നോ ദേഷ്യം ഇരച്ചു കയറി. നോക്ക്, സമയം നോക്ക്, 3 മണി. ഈ സമയത്തും കുറച്ച് സമാധാനം തരരുത് നീ. ഒന്ന് ശരിക്കും ഉറങ്ങാൻ പോലും സമ്മതിക്കരുത്. ഇനി മേല നീ കുടിച്ച് ഈ വീടിൻ്റെ പടി ചവിട്ടിയ ഹരി ഉറപ്പായും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങു. നീ പെണ്ണ് കെട്ടിയെന്നോ പോത്തുപോലെ വളർന്നോ ഞാൻ നോക്കില്ല, ഓർക്കത്തുമില്ല. പഴയ ഒലക്ക ഇരിപ്പുണ്ട് മേലെ, അതെടുത്തതിനെ വീക്കും ഞാൻ, ഉറപ്പാ. അമ്മയെ നിർത്തിയേ. അതുവരെ എല്ലാം കേട്ട് നിന്നവൻ അമ്മയെ രൂക്ഷമായി നോക്കി. എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നത്? എന്നെയും തല്ലണോ നിനക്ക്? ഞാൻ ആരെയും തല്ലിയിട്ടില്ലമ്മ, അവരെ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി കൊടുത്തതൊന്നുമല്ല. പിന്നെ തരുമ്പോൾ നിന്ന് കൊള്ളാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അതാ 4 കൊടുത്തത്. അവർ ഇങ്ങോട്ട് ചൊറിഞ്ഞു, ഞാൻ മാന്തി, അതവിടെ തീർന്നു. പിന്നെ കുത്ത് ഭാഗ്യത്തിന് എനിക്ക് കൊണ്ടില്ല. ഇവിടെയുള്ളവരുടെ പ്രാർത്ഥനയാവും. നേരെ പോയി വേറൊരുത്തന്നെ പള്ളയ്ക്ക് കയറി, അതിലെനിക്കൊരു പങ്കുമില്ല. അതിൻ്റെ പേരിലാണ് നിന്ന് കിതയ്ക്കുന്നതെങ്കിൽ വെറുതെ ആവത്തേ ഉള്ളൂ. പിന്നെ കുടിയുടെ കാര്യം, പണ്ടത്തെ പോലെ ലെക്ക് കെട്ടി കയറി വരുന്നതൊക്കെ ഞാൻ നിർത്തിയില്ലേ. ഇനി കുടിയും എങ്ങനെയും നിർത്താൻ നോക്കാം, അല്ലാതെ പെട്ടെന്ന് നിർത്താനൊന്നും കഴിയില്ല. അത്രയും പറഞ്ഞ് വാതിൽക്കലെല്ലാം കേട്ട് നിൽക്കുന്നവളെ അകത്തേക്ക് ഇട്ടുകൊണ്ട് ഹരി മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. സുജാത ചുണ്ടുകൊട്ടി മുറിയിലേക്ക് കയറിപ്പോയതും അതുവരെ കണ്ടിരുന്ന ഫിലിം തീർന്ന സങ്കടത്തോടെ ഹീതുവും മുറിയിലേക്ക് കയറി. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? ചുമരിലേക്ക് അവളെ ചേർത്തുകൊണ്ട് അവളിലേക്ക് അമർന്നവൻ ഗൗരിയുടെ ചുണ്ട് ഒന്നുകൂടി കൂർത്തു. ഗൗരി എല്ലാം പറഞ്ഞു തീർത്തിട്ടാ ഇങ്ങോട്ട് വന്നത്. വീണ്ടും അമ്മയുടെ വാക്ക് കേട്ട് തുടങ്ങാനാണ് ഭാവമെങ്കിൽ അതല്ല. അവൻ്റെ കടുപ്പം നിറഞ്ഞ ശബ്ദം കേൾക്കെ അവൾ ചാടിക്കേറി പറഞ്ഞു. ഹരിയിൽ കുഞ്ഞു പുഞ്ചിരി തുളുമ്പി. പിന്നെന്താ? അരക്കെട്ടിലൂടെ അവളെ മുറുക്കി നെഞ്ചിലേക്ക് ചേർത്തവൻ. അമ്മയോട് അങ്ങനൊന്നും പറയണ്ടായിരുന്നു. പിന്നെ എല്ലാം കേട്ട് നിൽക്കാനോ? ഹരി അവളെ കൂർപ്പിച്ചു നോക്കി. പെണ്ണതിലും കൂർപ്പിച്ചു നോക്കുകയാണ്. അമ്മയല്ലേ, കേട്ട് നിന്നാ എന്താ? എടീ, അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തോ? വല്ലവരും കാണിച്ചു കൂട്ടിയതിന് എന്നെ പറഞ്ഞ നിന്ന് കേൾക്കാനേ ഞാൻ അത്ര നല്ലവനൊന്നുമല്ല. തെമ്മാടിയോ തെമ്മാടി. അവസാനം അവളിലേക്ക് മുഖമടുപ്പിച്ച് പറയേ ഗൗരിയുടെ ചുണ്ടും വിരിഞ്ഞു. അവൾ ആ ഷർട്ടിൽ പിടിച്ച് അവനെ വലിച്ചതും ഹരി പൊടുന്നതിന് മുന്നോട്ടാഞ്ഞുപോയി. ആ തക്കം ഗൗരി അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തിയിരുന്നു.